ഹായ് ഫ്രണ്ട്സ്, ഒരു സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈയിലെത്തുകയും എല്ലാവരും ആ സ്റ്റോക്കിനെ കുറിച്ച് സംസാരിക്കുകയും എല്ലാവരും ആ സ്റ്റോക്ക് തന്നെ സജസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ആ സ്റ്റോക്ക് ഒരു അപകടാവസ്ഥയിലേക്ക് പോവുകയാണ്. കാരണം അതൊരു ബബിൾ ആ സ്റ്റോക്കിൽ രൂപപ്പെടും. അത് ഏത് സമയവും ആ ബബിൾ പൊട്ടിത്തെറിക്കാം. കാരണം വൻതോതിൽ ആ സ്റ്റോക്കിന് ഡിമാൻഡ് വർദ്ധിക്കുകയും അപ്പോൾ അതിൽ ഓൾറെഡി താഴെ തട്ടിൽ നിന്ന് അതിൽ എൻ്റർ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. അങ്ങനെ ആ സ്റ്റോക്ക് താഴോട്ട് വരാനുള്ള സാധ്യത തുടങ്ങുകയും ചെയ്യും. ഇപ്പോൾ ഓൾ ടൈം ഹൈയിലെത്തിയ പല സ്റ്റോക്കുകളും ഒരു കാലത്ത് ആരും ശ്രദ്ധിക്കാതെ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന സ്റ്റോക്കുകൾ തന്നെയാണ്. അപ്പോൾ ഇപ്പോഴും അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റിൽ ഉണ്ടാവും. ഉദാഹരണത്തിന് അടുത്ത കാലത്ത് പറന്ന് ഉയരത്തിലെത്തിയ കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ ഒരു ചാർട്ട് നോക്കുക. അത് അനക്കമില്ലാതെ കുറേ കാലം കിടന്ന ഒരു സ്റ്റോക്കാണ്. ആ കാലത്ത് ഇൻവെസ്റ്റ് ചെയ്തവരാണ് ഇന്ന് ആ സ്റ്റോക്കിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഇതേപോലെ തന്നെയാണ് RVNL എന്ന് പറയുന്ന സ്റ്റോക്കും. അതിൻ്റെ ചാർട്ട് നോക്കുക, വർഷങ്ങളോളം ആ സ്റ്റോക്ക് അനങ്ങാതെ കിടന്നിരുന്നു. അപ്പോൾ ഒരു വാല്യൂ ഇൻവെസ്റ്റർ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ നല്ല ഫണ്ടമെൻ്റൽസോടുകൂടി വല്ല സ്റ്റോക്കുകളും ചെറിയ വിലയിൽ ലഭ്യമാകുന്നുണ്ടോ അല്ലെങ്കിൽ അത് അണ്ടർ വാല്യൂഡ് ആയിട്ട് കിടക്കുന്നുണ്ടോ എന്നാണ്. 52 വീക്ക് ലോയിലോ അതല്ലെങ്കിൽ നല്ല തോതിൽ ഡിസ്കൗണ്ടിലോ അതല്ലെങ്കിൽ ഒരു റാലി കഴിഞ്ഞ് അടുത്ത ഒരു റാലിക്ക് വേണ്ടി വിശ്രമിക്കുന്ന അത്തരം സ്റ്റോക്കുകൾ ഉണ്ടോ എന്നാണ് യഥാർത്ഥത്തിൽ ഒരു വാല്യൂ ഇൻവെസ്റ്റർ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടേയിരിക്കേണ്ടത്. അപ്പോൾ ഡിസ്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്ന 7 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യത്തെ സ്റ്റോക്ക് JTL ഇൻഡസ്ട്രീസ് ആണ്. സ്റ്റീൽ ട്യൂബ്സ്, പൈപ്സ് നിർമ്മാതാക്കളും അതുകൂടാതെ അതിൻ്റെ അനുബന്ധ ഉൽപ്പന്നങ്ങളായിട്ടുള്ള ഇലക്ട്രിക് റെസിസ്റ്റൻസ് വെൽഡിംഗ് പൈപ്സ്, അതുപോലെ ഗാൽവനൈസ്ഡ് പൈപ്സ്, സോളാർ സ്ട്രക്ചേഴ്സ് എന്നിവ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് JTL ഇൻഡസ്ട്രീസ്. ഇത് 3700ഓളം മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ ഈ സ്റ്റോക്കിൻ്റെ റിട്ടേൺ വെറും 22% മാത്രമാണ്. ഈ കമ്പനിയുടെ ഒരു സെയിൽസ് ഗ്രോത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 ഇയേഴ്സിൻ്റെ ഒരു CAGR ഗ്രോത്ത് എന്ന് പറയുന്നത് 67%ആണെന്ന് കാണാം. അതുപോലെ അതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്തും കഴിഞ്ഞ 3 വർഷത്തേത് ഏകദേശം 78% വമ്പിച്ച ഒരു CAGR ഗ്രോത്താണ്. ഇനി ഈ കമ്പനിയുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കുകയാണെങ്കിൽ ആവറേജ് 3 ഇയേഴ്സിൻ്റേത് അത് 26% എന്നുള്ള ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ROEയുമാണ് നമ്മൾ കാണുന്നത്. ഈ കമ്പനി അതിൻ്റെ ഈ 52 വീക്ക് ലോ ആയിട്ടുള്ള 167 നിന്ന് ഈ സ്റ്റോക്ക് അതിൻ്റെ ഹൈ ആയിട്ടുള്ള 278 വരെ ഈ സ്റ്റോക്ക് പോയിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ ഏകദേശം ഒരു 21% ഒരു കറക്ഷൻ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 220 എന്നുള്ള റേഞ്ചിലാണ് നമുക്ക് ഈ സ്റ്റോക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് എടുക്കുന്ന ഒരു റേഞ്ചാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ലെവലാണ് എന്നാണ് പറയാനുള്ളത്. ഈ രണ്ടാമത്തെ സ്റ്റോക്ക് IRCTC ആണ്. റെയിൽവേ സെഗ്മെൻറ്റിലെ എല്ലാ സ്റ്റോക്കുകളും നിലം തൊടാതെ പറക്കുമ്പോൾ വലിയ മൂവൊന്നും നടത്താതെ നിൽക്കുകയാണ് IRCTC. നമുക്കറിയാം IRCTC ഒരു മൊണോപ്പൊളി കമ്പനിയാണ്. ഓൺലൈൻ റെയിൽവേ ടിക്കറ്റ്, അതുപോലെ കാറ്ററിംഗ് സർവീസ്, റെയിൽവേ സ്റ്റേഷനുകളിലെ പാക്കേജ്ഡ് ഡ്രിങ്കിംഗ് വാട്ടർ തുടങ്ങിയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ടൂറിസം സെഗ്മെൻറ്റിലൊക്കെ വലിയ സാന്നിധ്യമുള്ള കമ്പനിയാണ് IRCTC. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 82,000 കോടിയുള്ള ഒരു മിഡ് ക്യാപ്പ് സെഗ്മെൻറ്റിലുള്ള കമ്പനി അല്ലെങ്കിൽ ലാർജ് ക്യാപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ ഇതിൻ്റെ റിട്ടേൺ 62% എന്നുള്ള വമ്പിച്ച റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിയത്. ഇതിൻ്റെ ഒരു സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 3 വർഷത്തെ ഒരു CAGR സെയിൽസ് ഗ്രോത്ത് 77%. കോമ്പൗണ്ടഡ് പ്രോഫിറ്റ് ഗ്രോത്ത് നമ്മൾ 3 വർഷത്തെ നോക്കുകയാണെങ്കിൽ അത് 94% കാണാം. അതുപോലെ റിട്ടേൺ ഓൺ ഇക്വിറ്റി 3 വർഷത്തെ ആവറേജ് 42% ആണ്. അപ്പം വമ്പിച്ചൊരു ഗ്രോത്ത് കാണിക്കുന്ന ഒരു കമ്പനി IRCTC. ഇതിൻ്റെ ഹൈ പോയത് 1148 വരെ പോയിരുന്നു. 614 നിന്നാണ് ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഹൈയിലേക്ക് സ്റ്റോക്ക് പോയത്. അപ്പോൾ ആ ഒരു ഹൈയിൽ നിന്ന് ഏകദേശം ഇപ്പോൾ ഒരു 10% കറക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ സ്റ്റോക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ കറണ്ട് പ്രൈസ് ഇപ്പോൾ 1026 എന്നുള്ള റേഞ്ചിലാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നടക്കുന്ന റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന വമ്പിച്ച ഒരു വിപ്ലവത്തിൽ തീർച്ചയായും അതിൻ്റെ ഒരു പ്രധാന ഗുണഭോക്താവ് അല്ലെങ്കിൽ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള അതിൻ്റെ ഗുണഭോക്താവ് എപ്പോഴും IRCTC ആയിരിക്കും. കാരണം ഈ ഒരു രംഗത്ത് ടിക്കറ്റ് വിൽപ്പനയിലും മറ്റും ഉള്ള ഒരു മൊണോപ്പൊളി കമ്പനിയാണ് IRCTC. അപ്പോൾ ഇതിൻ്റെ ഒരു മൊണോപ്പൊളി അടുത്ത കാലത്തൊന്നും തകർക്കപ്പെടുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു മൂവ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകുമ്പോൾ മാത്രമാണ് ഈ സ്റ്റോക്കിൽ എന്തെങ്കിലും ഒരു തിരിച്ചടി നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ സ്റ്റോക്ക് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടതാണ്. കാരണം ഇതിൽ നല്ലൊരു ഗ്രോത്ത് സാധ്യത നമ്മൾ തീർച്ചയായും കാണാൻ കഴിയും. അടുത്തത് ജ്യോതി റെസിൻസ് ആൻഡ് അഡീസീവ് ലിമിറ്റഡ് ആണ്. Euro 7000 എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് നെയിമിൽ സിന്തറ്റിക് റെസിൻ അഡീസീവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ് ജ്യോതി റെസിൻസ്. ഇത് ഇന്ത്യയിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് സെല്ലിംഗ് വുഡ് അഡീസീവ് ബ്രാൻഡാണ്.
പ്രത്യേകിച്ച് റീറ്റെയിൽ സെഗ്മെൻറ്റിൽ ഇവർക്ക് ഗുജറാത്ത്, രാജസ്ഥാൻ, മഹാരാഷ്ട്രയിലൊക്കെ നല്ല തോതിലുള്ള മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ് ജ്യോതി റെസിൻസ്. അപ്പോൾ നല്ലൊരു റാലി സ്റ്റോക്കിൽ നടന്നിരുന്നു. അവിടെ നിന്ന് വൻതോതിൽ കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് കാണാൻ കഴിയുക. ഇതിൻ്റെ ഒരു മാർക്കറ്റ് ക്യാപ്പ് 1700 കോടിയുള്ള ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. വളരെ നിസ്സാരമായ ഒരു 1 year റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. 1.94% മാത്രമാണ് ഇതിൻ്റെ. പക്ഷേ സെയിൽസ് ഗ്രോത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 3 yearsൻ്റെ 36% ഒരു CAGR ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ ഒരു CAGR പ്രോഫിറ്റ് ഗ്രോത്ത് ആണെങ്കിൽ 82% കാണുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ 3 year റിട്ടേൺ ഓൺ ഈക്വിറ്റി 48% ആണ്. ഈ സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് 19% കറക്റ്റ് ചെയ്തുകൊണ്ട് വമ്പിച്ചൊരു ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ കറണ്ട് പ്രൈസ് ഇപ്പോൾ 1439 എന്ന ലെവലിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ഹൈ 1780 വരെ പോയിരുന്നു, ലോ 1181 ഇപ്പോൾ ഈ സ്റ്റോക്ക് ഒരു റേഞ്ചിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ് ജ്യോതി റെസിൻസ്. അടുത്ത സ്റ്റോക്ക് സൊനാറ്റ സോഫ്റ്റ്വെയർ ആണ്. ഇത് പ്രധാനമായിട്ടും ഇൻഫർമേഷൻ ടെക്നോളജി അഥവാ IT സർവീസിലുള്ള അതിൻ്റെ സൊല്യൂഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ ലെവലിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അതുപോലെ യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ഓസ്ട്രേലിയ, ഇന്ത്യ പോലെയുള്ള എല്ലാ രാജ്യങ്ങളിലും പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ് സൊനാറ്റ സോഫ്റ്റ്വെയർ എന്ന ഈ ഒരു IT കമ്പനി. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 17,000 കോടിയുള്ള ഒരു മിഡ് ക്യാപ്പ് സെഗ്മെൻറ്റിലുള്ള കമ്പനിയാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺ 26%. കോമ്പൗണ്ട് സെയിൽസ് ഗ്രോത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 3 വർഷത്തേത് 27% കാണാം. അതുപോലെ CAGR പ്രോഫിറ്റ് ഗ്രോത്ത് ആണെങ്കിലും ഇതേപോലെ 19% കാണാം. അതുപോലെ റിട്ടേൺ ഓൺ ഈക്വിറ്റി 35% 3 year ഗ്രോത്ത് നമുക്ക് കാണുന്നുണ്ട്. ഈ കമ്പനി ഇപ്പോൾ 636 എന്നുള്ളൊരു പ്രൈസിലാണ് കാണാൻ കഴിയുക. ഇതിൻ്റെ ഹൈ 870 ലോ 469 വരെയും പോയിരുന്നു. അതായത് അതിൻ്റെ ഹൈ ആയിട്ടുള്ള 870 നിന്ന് 26% വമ്പിച്ച ഒരു കറക്ഷനിലാണ് ഈ സ്റ്റോക്ക് നമ്മൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് തീർച്ചയായും നല്ലൊരു അവസരമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ സ്റ്റോക്കും നമുക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. മറ്റൊരു സ്റ്റോക്ക് നാരായണ ഹൃദയാലയമാണ്. നാരായണ ഹൃദയാലയ എന്ന് പറയുന്നത് എക്കണോമിക്കലായിട്ട് ഹെൽത്ത് കെയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ ചെയിൻ നെറ്റ്വർക്ക് ഉള്ള ഒരു കമ്പനിയാണ്. ഇവർക്ക് മൾട്ടി സ്പെഷ്യാലിറ്റിയും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും പ്രത്യേകിച്ച് പല ലൊക്കേഷനിലും ഇന്ത്യയിൽ നമുക്ക് അവൈലബിൾ ആണ്. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 25,000 കോടിയുള്ള ഒരു മിഡ് ക്യാപ്പ് സെഗ്മെൻറ്റിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഒരു വർഷത്തെ റിട്ടേൺ 23%. സെയിൽസ് ഗ്രോത്ത് കഴിഞ്ഞ 3 വർഷത്തെ CAGR ഗ്രോത്ത് 25%. പ്രോഫിറ്റ് ഗ്രോത്ത് 3 വർഷത്തെ CAGR 365 എന്നുള്ളൊരു മാസീവ് ഫിഗറാണ് നമ്മളിവിടെ കാണുന്നത്. കൂടാതെ റിട്ടേൺ ഓൺ ഈക്വിറ്റി 31%. ഇതിൻ്റെ ഇപ്പോഴുള്ള പ്രൈസ് 1250. ഇതിൻ്റെ ഹൈ 1445 വരെയും ലോ 972 വരെയും പോയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇടയിലാണ് നമുക്കിപ്പോൾ ഈ സ്റ്റോക്ക് കാണുന്നത്. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് ഏകദേശം 13% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ കുറേ കാലമായി ഈ ഒരു റേഞ്ചിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഏത് സമയവും ഈ സ്റ്റോക്ക് അതിൻ്റെ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇതും നമുക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അടുത്ത സ്റ്റോക്ക് HBL പവർ സിസ്റ്റം എന്ന് പറയുന്ന സ്റ്റോക്കാണ്. HBL പവർ സിസ്റ്റം പ്രധാനമായിട്ടും ബാറ്ററി, അതുപോലെ മൊബിലിറ്റി EV വെഹിക്കിൾസിന് വേണ്ടിയുള്ള ബാറ്ററികൾ, റിലേറ്റഡ് ആയിട്ടുള്ള ബാറ്ററി പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്ന കമ്പനിയാണ്. ഡിഫൻസ് സെഗ്മെൻറ്റിലും കാര്യമായി മേജർ ബാറ്ററി സപ്ലയറാണ് ഈ ഒരു കമ്പനി. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 15,000 കോടിയുള്ള ഒരു സ്മോൾ ക്യാപ്പ് അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് സെഗ്മെൻറ്റിലുള്ള ഒരു കമ്പനിയാണ്. ഒരു വർഷത്തെ റിട്ടേൺ 270 എന്ന വമ്പിച്ച റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക്. വലിയൊരു റാലി കഴിഞ്ഞ വർഷം ഈ സ്റ്റോക്കിൽ നടന്നിരുന്നു. ഇതിൻ്റെ 3 year CAGR ഗ്രോത്ത് 35%, പ്രോഫിറ്റ് CAGR ഗ്രോത്ത് 160%. വമ്പിച്ചൊരു ഗ്രോത്താണ് പ്രോഫിറ്റിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ റിട്ടേൺ ഓൺ ഈക്വിറ്റി 17% 3 വർഷത്തെ ആവറേജ്. കറണ്ട് പ്രൈസ് ഇപ്പോൾ 570. ഹൈ പോയത് 612 വരെ പോയിരുന്നു. 159 അതിൻ്റെ ലോ. അപ്പോൾ ഒരു 6% ചെറിയൊരു കറക്ഷൻ മാത്രമേ ഈ സ്റ്റോക്കിലുള്ളൂ. എങ്കിലും ഇപ്പോൾ ഈ സ്റ്റോക്ക് കുറേ കാലമായിട്ട് സൈഡ് വേസിലാണ് നീങ്ങുന്നത്. അപ്പോൾ അടുത്ത ഒരു റാലിക്കുള്ള ഒരു തയ്യാറെടുപ്പായിരിക്കാം അത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ അടുത്ത സ്റ്റോക്ക് ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് ടെക്നോളജീസ് ലിമിറ്റഡ് ആണ്. ഇത് പ്രധാനമായിട്ടും ന്യൂ ജനറേഷൻ IT സൊല്യൂഷൻസ്, അതുപോലെ AI ഇനീഷ്യേറ്റീവ്സ് ഒക്കെ ഉള്ള ഒരു IT സർവീസ് കമ്പനിയാണ്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 12,558 ഒരു സ്മോൾ മിഡ് ക്യാപ്പ് സെഗ്മെൻറ്റിലുള്ളൊരു കമ്പനിയാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺ -16% ആണെന്ന് നമ്മൾ നോട്ട് ചെയ്യുക. കാരണം നല്ല തോതിൽ ലോസിലാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൻ്റെ സെയിൽസ് ഗ്രോത്ത് കഴിഞ്ഞ 3 yearsൻ്റെ പക്ഷേ 28% CAGR ഗ്രോത്ത് ഉണ്ട്. പ്രോഫിറ്റ് ഗ്രോത്തിലും കഴിഞ്ഞ 3 വർഷത്തെ CAGR 14%. അതുപോലെ റിട്ടേൺ ഓൺ ഈക്വിറ്റി 3 yearsൻ്റെ 26% ആണ്. ഇപ്പോൾ 820 എന്ന റേഞ്ചിലാണ് നമുക്ക് കാണുന്നത്. ഇതിൻ്റെ ഹൈ 1020 വരെ പോയിരുന്നു ഈ വർഷം. അവിടെ നിന്ന് ലോ 738 വരെയും പോയിരുന്നു. അപ്പോൾ ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് 19% വമ്പിച്ച കറക്ഷനിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ ഈ സ്റ്റോക്ക് ഈ വരാൻ പോകുന്ന 25 ഫൈനാൻഷ്യൽ ഇയറിൽ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുമെന്നാണ്
പൊതുവെ കണക്ക് കൂട്ടപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിൽ ഈ സ്റ്റോക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇവിടെ പരാമർശിച്ച ഈ ഒരു 7 സ്റ്റോക്കുകൾ നിങ്ങൾ കൂടുതൽ റിസർച്ച് നടത്തുക. ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി ചില ഡാറ്റകൾ പ്രൊവൈഡ് ചെയ്തു എന്ന് മാത്രം. നിങ്ങൾ നിങ്ങളുടേതായ ഡിസിഷൻ എടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.